ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ന്യൂസാണ് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു ചാനലാണ് ആദ്യം ഇത് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കണക്ക് രേണു എന്നുണ്ടെങ്കിൽ ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പുണ്ടെങ്കിൽ ദുബായി പോയ സമയത്താണ് അവിടെ വെച്ചുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുന്നത് ഇത് കണക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ. അത് രണ്ടാമത്തെ സ്റ്റേജാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതുണ്ടെങ്കിൽ രേണു ഇതുവരെ തുറന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കണക്ക് ആ ചാനലുണ്ടെങ്കിൽ ഇത് കണക്ക് അതുൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലാണ് ഇത് കണക്കുണ്ട് കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അങ്ങനെ ആണെങ്കിൽ അത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് കണക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവരെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ പാടില്ല. ഒരുപാട് പേര് ഇത് കേട്ടതിന് ശേഷം ഉണ്ടെങ്കിൽ വന്നിട്ട് അവർക്ക് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ അവർക്ക് ചെയ്തതിന് കിട്ടിയത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ല, അതിനുള്ള പറയാനുള്ള അവകാശവും നമുക്കുണ്ട്. എന്നാൽ പോലും ഉണ്ട് ഇത് കണക്ക് ഒരാൾക്ക് അസുഖം വരുന്ന സമയത്തുണ്ടെങ്കിൽ അത് വെച്ച് കളിയാക്കുക അല്ലെങ്കിൽ അതെന്തോ അവർക്ക് ചെയ്തതിന് കിട്ടിയത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതൊന്നും കറക്റ്റായുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുവാണെങ്കിൽ ഇതേണത്തുള്ള പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ ഇതേണത്തുള്ള കാര്യങ്ങൾ പറയാതെ ഇരിക്കുക. അവർ ബാക്കിയുള്ള ചെയ്യുന്ന കാര്യങ്ങൾ ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. ഇതുകൊണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അവർക്ക് ഹെൽത്തിന് ഭയങ്കര ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ആൾക്കാർ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് പറയുന്നത് അത്ര കറക്റ്റായുള്ള ഒരു കാര്യമേ അല്ല.